തുടങ്ങാലോ അല്ലേ? തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ പാരന്റിംഗ് കോഴ്സിന്റെ അവസാന സെഷനാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. 5 വ്യത്യസ്ത മൊഡ്യൂളുകൾ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് 6ാമത്തെ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന ഒരു ഏരിയയിലാണ് ഇന്ന് നമുക്ക് ചർച്ചകൾ നടത്താനുള്ളത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചോദിക്കണം, പറയണം, കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആരും അങ്ങനെ ആഡ് ചെയ്യുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരു പാസീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കൂടുതലായിട്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ ഉള്ള സമയവും നമുക്ക് അരമണിക്കൂറിലിടക്ക് കിട്ടുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, ഓരോ ഏരിയകളിലും പ്രധാനപ്പെട്ട കുറെ കണ്ടന്റ് മാത്രം നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും കിട്ടിയിട്ടുള്ള കണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ ആ കാര്യത്തിൽ പഠനങ്ങൾ നടത്താനും ഒക്കെ കഴിയുന്നവരാണ് മുമ്പിലുള്ളത് എന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ ഏരിയയിലൂടെ നമുക്ക് കടന്നു പോകാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ എന്ന നിലക്ക് എല്ലാവർക്കും മക്കളുടെ സ്വഭാവ രൂപീകരണവും സ്വഭാവ മേന്മകൾ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അഭിലാഷമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതിന് ഒരുപാട് വഴികളുണ്ട്. ആ വഴികൾ നമ്മൾ അറിയുന്ന പല വഴികളും പലപ്പോഴും മറന്നു കിടക്കുകയാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ഏരിയയിൽ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. സ്വാഭാവികമായിട്ടും കുട്ടികള് അവർക്ക് ലഭിക്കുന്നത് അവർ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് സത്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താണോ ലഭിക്കുന്നത് അതാണ്, അതായത് അവർ എന്താണോ റിസീവ് ചെയ്യുന്നത് അതാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ റിസീവ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായി മാറുക എന്നുള്ളതാണ് അവരിൽ നിന്ന് ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് അവരിൽ ഏറ്റവും നല്ലത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവരിൽ നിന്ന് ഏറ്റവും നല്ലത് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. കുട്ടികള് ആഗ്രഹിക്കുന്നത് അവർക്ക് ഏറ്റവും നല്ലത് കിട്ടണം എന്ന് തന്നെയാണ്. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, അവര് വന്നിരുന്ന് സംസാരിക്കുന്നത് അവരുടെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ചാണ്, മാതാപിതാക്കളെ കുറിച്ചാണ്. പിതാവ് കൺവേർട്ട് ചെയ്ത് വന്ന ഒരാളാണ് 24ാമത്തെ വയസ്സിൽ, പിതാവിന്റെ 4ാമത്തെ വയസ്സിൽ. എന്നിട്ട് ഇവളുടെ മാതാവിന്റെ പിതാവാണ്, ഇവളുടെ വല്യപ്പ, ഉമ്മയുടെ ഉപ്പയാണ് ആ ആൾക്ക് സംരക്ഷണം നൽകുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ അയാൾ ഇവളുടെ വല്യപ്പ അവരുടെ കീഴില് ഇങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച ഒരാൾക്ക് ഒരു സഹായമാകട്ടെ എന്ന് കരുതി, മാത്രമല്ല അവരിൽ നിന്നുള്ള ഒരു വിശ്വാസത്തിന്റെ കാരണം അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആ കഴിച്ചു കൊടുത്ത ആ പെൺകുട്ടി എന്ന് വെച്ചാൽ ഇവളുടെ ഉമ്മ വളരെ സന്തോഷമായിട്ട് അവരുടെ കൂടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ആ കുടുംബത്തിൽ നിന്ന് അവരൊരു വലിയ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ കുട്ടി പലതവണ സൂയിസൈഡൽ അറ്റംപ്റ്റ് ഒക്കെ നടത്തി. ഇപ്പൊ കഴിഞ്ഞ 3 ദിവസം മുമ്പ് അറ്റംപ്റ്റ് നടത്തി, അത് പിടിക്കപ്പെടുകയും ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ കുട്ടിക്ക് പറയാനുള്ളത് മാതാവിന്റെ പെരുമാറ്റത്തെ കുറിച്ച് മാത്രമാണ്. പിതാവിനോട് വലിയ സ്നേഹമാണ്, പിതാവ് വലിയ പരിഗണന കൊടുക്കുന്നു, പക്ഷെ മാതാവ് വളരെ വലിയ പ്രയാസത്തിലാണ് എന്നുള്ളതാണ്. അപ്പോ ഞാന് സ്വാഭാവികമായിട്ടും ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യം വിളിക്കാം. ഞാൻ പറഞ്ഞു എന്തെങ്കിലും പ്രയാസം തോന്നുകയാണെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ആയിക്കോട്ടെ, എന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ നമ്പറിൽ ഒന്ന് അടിച്ചിട്ടുണ്ട്, സാറിന്റെ നമ്പർ സേവ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ നമ്പറിൽ അടിച്ചു. ഉടനെ ആ നമ്പറിൽ എനിക്ക് കോള് തിരിച്ചു വന്നു. അപ്പൊ ആ കുട്ടിയുടെ മാതാവാണ് വിളിക്കുന്നത്. അപ്പൊ അവര് വിളിച്ചപ്പോ നേരിട്ട്, കാരണം കുട്ടിയാണല്ലോ വിളിച്ചത്, അപ്പൊ ഇങ്ങോട്ട് തിരിച്ച കോള് വന്നപ്പം ആ കുട്ടി തന്നെ എടുത്തു. അപ്പൊ അവര് എന്താണ് സാർ എന്ന് ചോദിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ ചോദിച്ചു, ഇത് സാറിന്റെ നമ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ടോന്നാണ്. അപ്പൊ ആ കുട്ടിയുടെ ഉമ്മ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മുമ്പ് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് എത്ര എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഈ കുട്ടിയാണെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോ
ആ കുട്ടിയുടെ ഉമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കുട്ടിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് രണ്ടും ഞാൻ മാറി മാറി കേൾക്കുകയായിരുന്നു. സത്യത്തില് ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ഒരു കുട്ടിയുടെ ജീവിതം തന്നെ ഹോമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നിടത്തേക്ക് മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം എത്തുന്നു എന്നത് വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്നും കേട്ടത് എന്നുള്ളതാണ്. എനിക്ക് തോന്നി, ആ മോളോട് ഞാൻ പറഞ്ഞു, ഇത് വളരെ സിമ്പിളാണ്, നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നീ സഹകരിക്കാൻ റെഡിയാണെങ്കിൽ വിത്തിൻ 2 days എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പൊ ആ കുട്ടി കണ്ണ് നിറച്ച് സന്തോഷം പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അടുത്ത ദിവസം വരും, കൂടെ വരാമെന്നും കാണാമെന്നും കാര്യങ്ങൾ സംസാരിക്കാമെന്നും പ്രോഗ്രസ് അറിയിക്കാമെന്നും ഒക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് മാതാവും മക്കളും തമ്മിൽ. പലപ്പോഴും മാതാവിന് മകൾ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള വലിയ ആഗ്രഹം കൊണ്ട് നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ കൊടുക്കുന്നതൊന്നും കുട്ടിക്ക് തീരെ പറ്റാതെ പോകുന്നില്ല. ആ കുട്ടി ബേസിക്കലി ഇതുവരെ ഒരു അബദ്ധത്തിലും പോയി ചാടില്ലാത്ത, അല്ലെങ്കിൽ അതിന് ഒരു താല്പര്യത്തിലും അല്ലെങ്കിൽ ഒരു നിലക്കും സഹകരിക്കാത്ത, ഒരു തരത്തിലും ഓരോ വിധത്തിലുള്ള മോശമായ ബന്ധങ്ങളും ആരോടും സ്ഥാപിക്കാത്ത, നന്നായി പഠിക്കുന്ന, ഇക്കഴിഞ്ഞ +1-ൽ 96% മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടിയാണത്. ആ കുട്ടിയാണ് ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അവസാനം അതിൽ ഇച്ചിരി മാർക്ക് കുറവ് വാങ്ങിച്ചത് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷിൽ പിന്നെ അടുത്ത തവണ ഇമ്പ്രൂവ് ചെയ്യണോ, അതെങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് അവസാനം ആ കുട്ടി പോയിട്ടുള്ളത്. പഠനത്തിലേക്ക് ആ കുട്ടി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, നമുക്ക് കുട്ടികളുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ വളരെ ചെറിയ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് മാത്രം ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ സൈക്കോളജിയിൽ കുട്ടികളുടെ ബിഹേവിയർ മാറുന്നതിന് വേണ്ടി പറയപ്പെടുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോയി നോക്കാം. അതിലൊന്നാമത് പറയുന്നത്, ഈ കുട്ടികളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ ഏറ്റവും അനിവാര്യമായിട്ട് 3 കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന് റീഇൻഫോഴ്സ്മെന്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് നമുക്കറിയാം, പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയാണ്. അത് അതിന്റെ മറ്റു വഴിയിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ റീഇൻഫോഴ്സ്മെന്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പണിഷ്മെന്റ് ആണ്, ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത് മറ്റു ഫോംസ് ആണ്. അത് പിന്നെ അതിന്റെ മറ്റു ഫോമുകൾ നമുക്ക് അടുത്ത് സംസാരിക്കുകയും ചെയ്യാം. കണ്ടീഷനിങ് ഉണ്ട്. കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നീ ഇന്നത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തു തരാം എന്നൊക്കെ പറയുന്ന രീതികളുണ്ടല്ലോ, അതാണ് കണ്ടീഷനിങ്ങിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കണ്ടീഷനിങ്ങുമാണ് ഈ കുട്ടിയെ കൃത്യമായും ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഏത് തരം സ്വഭാവം കാണിക്കുന്ന കുട്ടിയെയും ആ സ്വഭാവത്തെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന 3 മാർഗങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന് റീഇൻഫോഴ്സ്മെന്റ് ആണ്, എന്ന് വെച്ചാൽ നന്നായിട്ട് പ്രോത്സാഹനങ്ങൾ കൊടുക്കലാണ്. രണ്ടാമത്തത് പണിഷ്മെന്റ് ആണ്. മൂന്നാമത്തത് വ്യത്യസ്ത രീതിയിലുള്ള കണ്ടീഷനിങ് ആണ്. എന്ന് വെച്ചാൽ നീ ഇന്നത് ചെയ്യുകയാണെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാം എന്നൊക്കെ പറയുന്ന ആ രീതി. അപ്പൊ ഈ 3 രീതിയിലാണ് ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നത്. അതില് ഈ മോഡിഫിക്കേഷൻ ടെക്നിക്കില് വ്യത്യസ്ത ടൈപ്പുകൾ വരുന്നുണ്ട്. അതിലിപ്പോ ഈ പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടാവും. അതിൽ ഒന്നാമത്തത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് കുട്ടിയെ ഏതൊരു സ്വഭാവമാണോ ആ കുട്ടി ചെയ്തിട്ടുള്ളത്, ആ സ്വഭാവത്തെ ശക്തിപ്പെടുത്തി എടുക്കാനാണ് ഈ റീഇൻഫോഴ്സ്മെന്റ്, പ്രത്യേകിച്ച് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി നല്ലത് ചെയ്താൽ വെരി ഗുഡ് എന്ന് പറയുന്നത്, വെൽ ഡൺ, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയുന്നത്, എന്ന് വെച്ചാൽ അതിനെ വെർബൽ പ്രൈസ് എന്ന് പറയും. വെർബൽ പ്രൈസ്, വാക്കുകൊണ്ട് ആ കുട്ടിയെ അനുമോദിക്കുന്നത്. മറ്റൊന്ന് ചിലപ്പം സ്റ്റിക്കറുകൾ കൊടുക്കലുണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റാറുകൾ കൊടുക്കല്, അല്ലെങ്കിൽ പോയിന്റുകൾ കൊടുക്കല്, പിന്നെ ഗ്രേറ്റ് വർക്ക് എന്ന് പറയല്, തംസ് അപ്പ് കൊടുക്കല്, ക്ലാപ്പ് കൊടുക്കല്, ഇതൊക്കെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്തിട്ടാണോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകും ഞാൻ ഈ ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്യാനുള്ളതാണ് എന്നുള്ളതാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസിറ്റീവ്, കുട്ടി അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടും അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കാര്യം നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. രണ്ടാമത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അൺപ്ലസന്റ് സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യലാണ്. ഉദാഹരണത്തിന് റിമൂവിങ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ
ഒരു കുട്ടിയോട് നമ്മൾ പറയുന്നത് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം നമ്മൾ വളരെയധികം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുട്ടിയോട് പറയുന്ന ഇന്ന ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഞാൻ പഠിച്ചതിന് വേണ്ടി പറയല്ല, പഠിച്ചു കഴിഞ്ഞാൽ നീ മോനെ ഒരു കാര്യം ചെയ്യ്, ഒരു അരമണിക്കൂർ നീ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ മോനെ നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അനുവദിച്ചു കൊടുക്കുന്നു. എന്ന് വെച്ചാല് അതുവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒന്നിനെ എടുത്ത് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുട്ടിക്ക് ഒരു പ്രചോദനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ എവിടെങ്കിലും നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ പറയും കുട്ടിനോട് ഇല്ല ആയിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറയും. അപ്പൊ കുട്ടിയെ വെയിറ്റ് ചെയ്യിപ്പിക്കണം. വെയിറ്റ് ചെയ്ത് കുട്ടിക്ക് മുഷിപ്പുണ്ടാകുമ്പോ നമ്മള് കുട്ടിയുടെ സ്വഭാവത്തിൽ കുട്ടിക്ക് ഒരുപാട് തരത്തിലുള്ള സ്വഭാവമാണ് അപ്പൊ കയറി വരാനുണ്ട്. ക്ഷമിക്കുക എന്ന് പറയുന്നത്, പിന്നെ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒക്കെ സ്വഭാവങ്ങളൊക്കെ കയറി വരാനുണ്ട്. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ആ പറയുന്ന ബ്ലോക്ക് ഒഴിവാക്കി കൊടുക്കുക. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അത് വരുമ്പോഴും കുട്ടിക്ക് ആ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കൊണ്ടുള്ളത്. അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. മൂന്നാമത്തെ നമ്മൾ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികം നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ നമ്മൾ ഒരു കുറവും വരുത്തില്ല എന്നുള്ളതാണ്. കാരണം ഈ പാരന്റ്സിന്റെ ഒരു ധാരണ എന്താ വെച്ചാല് പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ടീച്ചേഴ്സിനും ആ ഒരു തരത്തിലുള്ള ധാരണ വല്ലാണ്ടുണ്ട്. പണിഷ്മെന്റ് കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് പണ്ട് കാലം മുതലേ നമുക്ക് കിട്ടി വന്ന ഒരു സംഗതിയെ നമ്മൾ ഒഴിവാക്കാൻ റെഡിയല്ല. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പകർത്തുകയാണ്. നമ്മുടെ മുന്നിലുള്ള നമ്മുടെ സ്റ്റുഡൻസിനോടും അതേപോലെ നമ്മുടെ മക്കളോടും നമ്മളത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷൗട്ട് ചെയ്യാം, സ്വന്തം മക്കളാണെങ്കിൽ അവർക്ക് ഷൗട്ട് ചെയ്യണം, എപ്പോഴും ശകാരിക്കണം, മുഖഭാവം എപ്പോഴും മാതാവ് പിതാവ് എന്ന നിലയ്ക്ക് സ്ട്രോങ്ങിൽ ചെയ്യണം. ഇതൊക്കെയാണ് പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ആ മൂടുപടത്തെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് സ്നേഹമുണ്ടെന്ന് നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് അറിയാം, അത് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ അത് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പണിഷ്മെന്റ് എന്ന് പറയുന്ന സാധനത്തെ വളരെ ശ്രദ്ധിക്കണം. പണിഷ്മെന്റ് ആവേണ്ടതാണ്, പക്ഷെ അതിന് ചില രീതികളുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യണം. പണിഷ്മെന്റ് കൊടുക്കുന്നത് ഒരിക്കലും നല്ലത് ചെയ്തതിന്റെ പേരിലല്ല. അത് കൊടുക്കുന്നത് മിസ്ബിഹേവിയറിന് വേണ്ടി മാത്രമാണ്. അത് നമുക്കറിയാലോ, മിസ്ബിഹേവിയറിന് മാത്രം. അപ്പൊ ഉദാഹരണത്തിന് അപ്പോ എന്തെങ്കിലും ഒരു അൺപ്ലസന്റ് കോൺസിക്വൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ചില ബിഹേവിയറിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് ചിലപ്പോൾ കുട്ടിയെ കൊടുക്കുന്നത്. ചിലപ്പോൾ അതിൽ ടൈം ഔട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ ടൈം ഔട്ട് ആക്കി ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ലോസ് ഓഫ് പ്രിവിലേജ് ആണ്. എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാതിരിക്കൽ പണിഷ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി കൊടുക്കാന്ന് പറയുന്നത്, അപ്പൊ എന്തോ ഒരു മോശം ബിഹേവിയർ കണ്ടപ്പോൾ ഇനി അത് വേണ്ട, ഇനി കൊടുക്കണ്ട തീരുമാനിച്ചു. ഇനി അത് നന്നാവട്ടെ എന്നിട്ട് തരാം, അവിടേക്ക് എത്തിക്കുന്നു. പക്ഷെ ഇതൊന്നും പറയുന്നില്ല, പക്ഷെ അത് അങ്ങനെ ചെയ്യുന്നു. അതാണ് ശരിക്കും പറഞ്ഞ പണിഷ്മെന്റ്. ചിലപ്പം അഡീഷണൽ വർക്കുകൾ കൊടുക്കും ചിലപ്പോൾ. അപ്പൊ നമ്മള് അതാണ് സാധാരണഗതിയിൽ ടീച്ചേഴ്സ് ഒക്കെ ചെയ്തിരുന്നത്. ഞാനിപ്പോ 20 കൊല്ലമായിട്ട് അധ്യാപന രംഗത്തുണ്ട്. ഇതുവരെ കൊടുക്കാത്ത ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുവരെ കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാല് നമ്മള് ഇമ്പോസിഷൻ എഴുതാൻ വേണ്ടി പറയും. ഇമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? ഇന്നലെ ഇതേപോലെ മുതിർന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് വന്നിട്ട് പരാതി പറയുന്നത്, ചില അധ്യാപകർ ഞങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഞങ്ങളുടെ അടുത്ത് വരുന്ന ചെറിയ ചില അബദ്ധങ്ങളുടെ കാരണം അല്ലെങ്കിൽ ചെറിയ അശ്രദ്ധ കാരണം ഞങ്ങളുടെ 500 തവണ എഴുതാൻ പറയുന്നു എന്നാണ്. 500 തവണ എഴുതാൻ പറയും. ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു നിങ്ങൾ. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. വളരെ കുറഞ്ഞ ഒരു 4-5 തവണ അല്ലെങ്കിൽ ഒരു 10 തവണ ഒക്കെ ഏറിയാൽ, ചെറുതാക്കുകയാണെങ്കിൽ അപ്പോഴേക്കും കുട്ടി മടുക്കും. മാത്രമല്ല ആ സാധനം പഠിയും ചെയ്യും. പക്ഷെ അതൊക്കെ അതിനപ്പുറത്തേക്ക് പണിഷ്മെന്റ് കൊടുത്ത കുട്ടിയെ പ്രയാസപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ഈ പൊസിഷൻ പോലുള്ളത് കൊടുത്ത് പ്രയാസപ്പെടുന്ന രീതിയൊക്കെ ഇനിയും മാറിയിട്ടില്ലെങ്കിൽ എവിടെയാണ് ഈ കുട്ടികൾക്കൊക്കെ മാറാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതേപോലെ വീട്ടിൽ നിന്നും ചിലപ്പോൾ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറയും. അത് അങ്ങനെ കൊടുക്കുന്നത്, അഡീഷണൽ വർക്കുകൾ കൊടുക്കുന്നത്, അമിതമായ ഭാരം കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നത് പണിഷ്മെന്റ് ആണ്. അത് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. അനിവാര്യമായ ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ചോദിക്കും, പിന്നെ അത് കൊടുക്കേണ്ടതുണ്ടോന്ന്. ആവശ്യമാണെങ്കിൽ കൊടുക്കാം എന്നുള്ളത് മാത്രം. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. 4ാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ പ്രോത്സാഹനങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ അതായത് കുട്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് കുട്ടിയോട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി അത് ബോധ്യപ്പെടുത്തണം എന്നാ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞ് സൂറത്ത് സുമറില് പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളോട് അള്ളാഹു
വെറുതെ അങ്ങോട്ട് പൊയ്ക്കൊള്ളി എന്ന് പറയല്ല ചെയ്യുന്നത്. അവരോട് അവരെ കൃത്യമായിട്ട് അപ്രീസിയേറ്റ് ചെയ്തിട്ടാണ് അവരെ കടത്തുന്നത്, സ്വർഗത്തിലേക്ക് കടത്തുന്നത്. പിന്നെ അവിടെ അതേപോലെ തന്നെ നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരോട് നരകത്തിലേക്ക് നേരെ കടക്കാനല്ല പറയുന്നത്. സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരോട് ത്രിപുത്തും എന്ന വാക്കുപയോഗിച്ച് വെൽഡൺ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ സ്വർഗത്തിലേക്ക് കടത്തുന്നതെങ്കിൽ, നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ നബിമാരെ അയച്ചില്ലേ, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് തന്നില്ലേ, അതിന്റെ ശരി തെറ്റുകളെ വേർതിരിച്ച് കാണിച്ചില്ലേ, ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നൊക്കെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അവർ അറിഞ്ഞിരുന്നു, പക്ഷെ പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന ആളോട് അള്ളാഹു പോലും, എന്ന് വെച്ചാൽ അള്ളാഹു ശിക്ഷ കൊടുക്കാൻ പോകുമ്പോൾ അള്ളാഹു പോലും അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമാണ് ശിക്ഷ കൊടുക്കുന്നതെന്നാണ്. പഠിപ്പിക്കുന്ന കുട്ടികൾക്കും അതുപോലെ സ്വന്തം കുട്ടികൾക്കും ശിക്ഷ കൊടുക്കാവുന്നതാണ്, പക്ഷെ അവർക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം എന്തിനാണ് ശിക്ഷ കിട്ടുന്നത്, ശിക്ഷ കിട്ടാൻ അവർ അർഹരാണോ എന്ന് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. അത് അസഹനീയമായി പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് അവരുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് നല്ല റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുകയും, എന്തെങ്കിലും അപാകതകൾ പോരായ്മകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കണം, ബോധ്യപ്പെടുത്തിയിട്ട് മാത്രം, ലൈറ്റ് ആയിട്ട് മാത്രം. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയുന്നത്. നാലാമത്തത് എക്സ്റ്റിങ്ഷൻ ആണ്. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക ചില റീഇൻഫോഴ്സ്മെന്റ്, ചില ബിഹേവിയറിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചില പ്രോത്സാഹനങ്ങൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോ ഒരു കുട്ടി ദേഷ്യം പിടിച്ച കുട്ടിയെ എങ്ങനെ ഒതുക്കുക എന്നുള്ളതാണ്. പക്ഷെ കുട്ടി ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ, നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നു പോകും. അപ്പൊ നമ്മൾ വളരെ തന്ത്രപൂർവം നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാല് അപ്പൊ കുട്ടി എന്നിട്ട് കാം ഡൗൺ ആയിട്ട് വരണം, അതുവരെ നമ്മൾ അതിനെ ഇഗ്നോർ. നല്ല ഇടങ്ങറാണ്, അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയ പണിയൊന്നുമല്ല. കാരണം ദേഷ്യം വരുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമുക്ക് ലക്കാനില്ലാതെ നമ്മൾ പെരുമാറും, സംസാരിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ബിഹേവിയർ മോഡിഫിക്കേഷന്റെ ഏറ്റവും അതിന്റെ ആധാരശിലയായിട്ട് പറയുന്ന ചില സംഗതികളിൽ ഒന്ന് നല്ല ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. പാരന്റ്സിന് കുട്ടിയുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമുക്ക് അവസാന സമയത്തിനനുസരിച്ച് പറയാം. ഏതായാലും ഇവിടെ നമുക്ക് കുട്ടിയുടെ ചെറിയ മിസ്റ്റേക്കുകളെ ഇഗ്നോർ ചെയ്യാൻ കൂടെ കഴിയണം. ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോഴേക്കും കുട്ടിയോട് അതിക്രമിച്ച് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെയാണ് എക്സ്റ്റിങ്ഷൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാല് കുട്ടി ദേഷ്യം പിടിക്കുമ്പോ അല്ലെങ്കിൽ അതുപോലത്തെ വല്ല സ്വഭാവം കാണിക്കുമ്പോ കുട്ടിയോട് നമ്മൾ ഇഗ്നോർ ചെയ്യുക, കുട്ടി നമ്മൾ അവഗണിച്ച് കളയുക, മൈൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ഒന്ന്. രണ്ടാമത്തത് എന്തെങ്കിലും മിസ്ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ കാണാത്ത മട്ടില് പെരുമാറുക എന്നുള്ളതും എക്സ്റ്റിങ്ഷന്റെ ഭാഗമാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഉമർ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വായിച്ചു പോയ ചരിത്രം നമുക്കിങ്ങനെ ഓർമ്മ വരുമല്ലോ. ഉമർ അള്ളാഹുവിന്റെ കാലത്ത് പള്ളിയിലേക്ക് പരിശുദ്ധമായ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ്ലിം ആയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുന്റെ റസൂലിനെ കാണേണ്ട ഭാഗ്യം കിട്ടിയിട്ടില്ല. അദ്ദേഹം കടന്നു വന്നു, ദിവസങ്ങളായിട്ട് അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദിവസങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വക്തിനും പള്ളിയിൽ വരും. നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമർ അള്ളാഹുവിന്റെ പാഠങ്ങൾ കേൾക്കുകയും ചെയ്യും, ദർസിൽ ഇരിക്കും. പാഠങ്ങൾ ഉമർ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷെ ആ മനുഷ്യൻ ഒരു സ്വഭാവം മാത്രം മാറ്റിയിട്ടില്ല. എല്ലാം മാറ്റിയിട്ടുണ്ട്, ഒരു സ്വഭാവം മാത്രം മാറ്റിയിട്ടില്ല. അത് ഉമർ അള്ളാഹുവിനെ കണ്ടെത്തിയത് എങ്ങനെയെന്നറിയോ? ഒരു ദിവസം ഉമർ അള്ളാഹുവിന്, ഇദ്ദേഹം ഒരു ടെന്റിലാണ് താമസിക്കുന്നത്. ഉമർ അള്ളാഹുവിന് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ടെന്റിന്റെ മുൻവശത്തെത്തുന്നു. യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹവും ഉമർ അള്ളാഹുവിനെ യാദൃശ്ചികമായിട്ട് കാണുന്നു. പക്ഷെ ടെന്റിന്റെ മുൻവശത്തിരുന്ന് അദ്ദേഹം മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച ഉമർ അള്ളാഹുവിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അവിടെ യഥാർത്ഥ ഉമർ റളിയല്ലാഹുവിനെ നമുക്ക് നന്നായിട്ട് അറിയാം, എങ്ങനെ പെരുമാറുന്ന ആളാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഉമർ റളിയല്ലാഹു അവിടെ നിന്ന് എടുത്തൊരു ഡിസിഷൻ ഉണ്ട്. അവിടെ കൃത്യമായും എക്സ്റ്റിങ്ഷൻ എന്താണോ അതാണ് ഉമർ റളിയല്ലാഹു ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു ചെയ്തത് ഒറ്റ തിരിച്ചല, കണ്ടിട്ടില്ലാത്ത മട്ടിൽ തിരിഞ്ഞ് ഒറ്റ പോകാൻ.
അദ്ദേഹം പേടിച്ച് ബേജാറായിട്ടിരിക്കുകയാണ്. ഇപ്പൊ വരും ഉമർ ചട്ടവാറെടുത്തിട്ട് പരിവാരങ്ങളുമായിട്ട് കയ്യാമം വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. നേരം പുലരുന്നത് വരെ കാത്തിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു വന്നില്ല. അപ്പോ കണ്ടപ്പോ അവർക്ക് ശരിക്കും മനസ്സിലായി ഉമർ റളിയല്ലാഹു തീരെ പറ്റിയിട്ടില്ല. അത് പറ്റൂലല്ലോ. പക്ഷെ അന്ന് രാത്രിയിൽ വന്നില്ല. നേരം പുലരുന്നത് വരെ കാത്തിരുന്നു, വന്നില്ല. അടുത്ത ദിവസം പകല് വരും എന്ന് കരുതി കാത്തിരുന്നു, പകലും വന്നില്ല. എന്നാൽ രണ്ടാമത്തെ ദിവസം രാത്രിയിൽ കാത്തിരുന്നു, പകലിലും കാത്തിരുന്നു, വന്നില്ല. 3 ദിവസം കാത്തിരുന്നു, വന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഈ മനുഷ്യർക്ക് തോന്നി, എന്നാ ഉമർ കണ്ടിട്ടുണ്ടാവില്ല, എനിക്ക് തോന്നിയതാവും. അങ്ങനെയാണല്ലോ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ മനസ്സിന് കുറച്ച് ശാന്തത വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, എനിക്ക് തോന്നിയതായിരിക്കും, ഉമർ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ അദ്ദേഹം അതുവരെ പള്ളി പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പേടിച്ചിട്ട് 4-ാമത്തെ ദിവസം പള്ളി പോകാൻ വേണ്ടി തീരുമാനിക്കാം. പള്ളിയിലെത്തി ഒതൊക്കെ ചെയ്ത് കയറുമ്പോ എന്നാലും ഉണ്ടാവില്ല ഒരു ബ്രേക്ക് ഓഫ് കോൺഷ്യസ്. നല്ല ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കി ഉമർ റളിയല്ലാഹു എങ്ങാനും കാണുന്നുണ്ടോ, അവിടെ ഇരിക്കുന്നുണ്ടോ. നേരെ നോക്കിയത് ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്കായിരുന്നു. കണ്ണോട് കണ്ണുടക്കി ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റവടി വിളിച്ചു, ഇവിടെ വരുന്നു. വിറച്ചുകൊണ്ട് ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുന്നുണ്ട്. മുന്നിൽ ചെന്ന് ഉമർ റളിയല്ലാഹുവിനോട് അദ്ദേഹം ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിൽ സഫിൽ ഇരിക്കാനുണ്ട്. അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിലിരുന്നു, ചേർത്തിരുത്തി, മുട്ടോട് മുട്ട് ചേർത്തിരുത്തി. എന്നിട്ട് തല പിടിച്ച് അടുത്തേക്ക് പിടിച്ചിട്ട് ചെവിയിലായിട്ട് പറഞ്ഞു, അങ്ങ് മദ്യപിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കേട്ട ഈ മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് വലിയ മനുഷ്യനാണെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങ് കണ്ടു എന്ന് തോന്നിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാൻ പിന്നെ മദ്യപിച്ചിട്ടില്ല കേട്ടോ. മാത്രമല്ല, ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കൂല എന്ന് ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാണ്. ഉമർ റളിയല്ലാഹുവിന് എന്തായിരുന്നോ വേണ്ടിയിരുന്നത് അതാണ് അവിടെ നടന്നു കഴിഞ്ഞത്. ഉമർ റളിയല്ലാഹു ആ സമയത്ത് പ്രതികരിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുമെന്നും എങ്ങനെ അതിനെ എടുക്കുമെന്നും പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാകുമെന്നും ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് എക്സ്റ്റൻഷൻ ഉപയോഗിച്ചതിന്റെ പേരിൽ, അവഗണിച്ച് കളഞ്ഞതിന്റെ പേരിൽ, അല്പസമയത്തേക്ക് വേണ്ട എന്ന് വെച്ചതിന്റെ പേരിൽ, പക്ഷെ വിട്ടിടില്ല. അതാണല്ലോ 4 ദിവസം കഴിഞ്ഞപ്പോ പള്ളിയിൽ വന്നപ്പോ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ ചെയ്തത്, വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങ് മദ്യപിച്ചിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് പച്ചക്ക് പറയുന്നത്. അങ്ങ് മദ്യപിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇഗ്നോർ ചെയ്യും. പലപ്പോഴും നമ്മള് തെറ്റിനോടുള്ള നമ്മുടെ ഒരു സമീപനം എങ്ങനെ നോക്കിയാൽ മതി. എന്തുകൊണ്ടായിരിക്കാം കുട്ടികളുടെ സ്വഭാവത്തിന് പലപ്പോഴും മുഷിപ്പ് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വഭാവത്തിൽ വലിയ അസ്വസ്ഥ അനുഭവപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പലപ്പോഴും കുട്ടിയോടുള്ള സമീപനം, വീട്ടിൽ നിന്ന് മാതാവിന്റെയും പിതാവിന്റെയും സമീപനങ്ങൾ മോശമായി പോകുമ്പോഴാണ്. ഉമ്മ പലപ്പോഴും സംസാരിക്കുന്നത്, ഉപ്പ പലപ്പോഴും സംസാരിക്കുന്നത് കുട്ടി നന്നാവണം എന്നതിന്റെ പേരിലാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നന്നാവണം എന്നതിന്റെ പേരിൽ സംസാരിക്കുന്ന ശൈലി ശരിയാവാതെ വരുമ്പോ ആ ചില പ്രായത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകിച്ച് ടീനേജിലേക്ക് കടന്ന കുട്ടികൾക്ക് ഒരിക്കലും അത് സഹിക്കാതെ വരുന്നു. ആ സഹിക്കാതെ വരുന്നത് കുട്ടിയെ കൂടുതൽ മോശക്കാരനാക്കി മാറ്റാൻ സഹായമാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് വളരെ വൈസ്ലി കുട്ടികളോട് പെരുമാറണം എന്ന് പറയുന്നത്. കുട്ടിയുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വളരെ സമർത്ഥമായിട്ട്, തെറ്റ് ചെയ്യൂലേ കുട്ടികൾ, സ്വാഭാവികമാണ്, അതിനെ വളരെ സൗമ്യമായിട്ടാണ് നേരിടേണ്ടത്. തെറ്റാണെന്ന് കുട്ടിയെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. പക്ഷെ തെറ്റുകാരനായ കുട്ടിയെ മാത്രം അവഗണിച്ചിരിക്കരുത്. അവനെ വെറുതെ എപ്പോഴും തെറ്റ് മാത്രം പറഞ്ഞ്, തെറ്റിനെ കുറിച്ച് മാത്രം പറഞ്ഞ് ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കരുത് എന്നാണ് പറയുന്നത്. ഒരിക്കൽ ചെയ്ത തെറ്റ് ഒരിക്കൽ നിങ്ങൾ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു തവണ നമ്മുടെ കുട്ടികളോട് ആ തെറ്റിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക പോലും ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് നീ അങ്ങനെ ചെയ്ത ആളല്ലേ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് തെറ്റുകാരോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? തെറ്റുകാരോട് സമീപിക്കേണ്ടത്, അതായത് തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം എപ്പോൾ ഉണ്ടാവും എന്ന് ആലോചിക്കാൻ മതി. നമ്മുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും, ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ നമുക്ക് തോന്നുമ്പോഴേക്കും നമ്മൾ ശിക്ഷിച്ച് കഴിയണം. പക്ഷെ അവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കും. ഒരിക്കലും ആ കുട്ടിയെ ആ സമയത്ത് ശിക്ഷിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ആ കുട്ടിയെ എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടത്തിൽ? ഇപ്പൊ വലിയ തെറ്റാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വ്യഭിചാരം ചെയ്ത ഒരാളെ ശിക്ഷിക്കേണ്ട സാഹചര്യം എപ്പോഴാ വരുന്നത്? 4 സാക്ഷികൾ ഉണ്ടാകണം. 1, 2, 3 സാക്ഷികൾ കൊണ്ട് പോരാ എന്നുള്ളതാണ്. 4 സാക്ഷികൾ ഉണ്ടാകണം. എങ്ങനെ ഉണ്ടാകണം? എങ്ങനെ അവർ കാണണമെന്ന് ഫിഖിന്റെ കിതാബുകളൊക്കെ അത് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. എങ്ങനെ കാണണമെന്ന് എന്ന് വെച്ചാൽ സാക്ഷികളാണ്, അവർ വ്യക്തമായിട്ട് കണ്ടിരിക്കണം. ആ കാണുന്ന രീതി പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 ആള് കാണണമെന്നാണ്. ആലോചിച്ച് നോക്കാം നമുക്ക്.
വ്യഭിചാരം നടക്കുന്നത് അത്ര വ്യക്തമായിട്ട് 4 ആൾ കാണാൻ ഭാഗത്തിൽ ഒരു മനുഷ്യൻ പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തതിന്റെ പേരിൽ മാത്രമല്ല അദ്ദേഹം രക്ഷപ്പെടുന്നത്, പരസ്യമായി തെറ്റ് ചെയ്തു, ഒരിക്കലും അതിനെ പരിഗണിച്ചില്ല എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് അയാൾക്കെതിരെ ശിക്ഷ എടുക്കുന്നത്. 4 പേരെ കാണിച്ച് ചെയ്യാൻ മാത്രം ധിക്കാരം കാണിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ. അതേസമയം ഒരാൾ വളരെ സ്വകാര്യമായിട്ട് ചെയ്തത് ശരിയായിട്ടല്ല, അതൊരിക്കലും ശരിയല്ല. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് ഒരാൾ തെറ്റ് ചെയ്യുന്നത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരാളോട് പറയരുത് എന്ന് തന്നെയാണ്. കാരണം ഉള്ളതാണെങ്കിൽ പോലും പറയരുത്, ഇല്ലാത്തതാണെങ്കിൽ എന്തായാലും പറയരുത്, ഉള്ളതാണെങ്കിൽ പോലും പറയരുത്. അത് അവരാണ് നേരിട്ട് ഇടപെടേണ്ടത് എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. നമുക്കറിയാലോ അത്. അപ്പോ വളരെ വ്യക്തമായിട്ട് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല, പക്ഷെ സ്വകാര്യമായിട്ട് അവരെ വിളിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് അവരോട് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അത് തന്നെയാണ് ശരി. അടുത്തത് ഷേപ്പിംഗ് ആണ്. ഗ്രാജ്വലി ബിൽഡിംഗ് ഡിസൈർഡ് ബിഹേവിയർ എന്ന ഷേപ്പിംഗ് എന്ന് വെച്ചാൽ ആവശ്യമുള്ളത് ഇത് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് ചില സ്വഭാവങ്ങൾ ഗ്രാജ്വലി ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഒരുപാട് തരത്തിലുള്ള ബ്രേക്കിംഗ് കോംപ്ലക്സ് ബിഹേവിയർ എന്ന് പറയുന്ന പേരാണ് ചെയിനിങ് എന്ന് പറയുന്നത്. അത് കോംപ്ലക്സ് ബിഹേവിയറിനെ സ്മോളർ പാർട്ടുകളാക്കി ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് മാനേജ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്. ചില കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയറിനെ മുറിച്ച് പീസ് ആക്കിയിട്ട് ഘട്ടം ഘട്ടമാക്കി അതിനെ മാറ്റിയെടുക്കുക, അതിനെ ബ്രേക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് ആ കുട്ടിയെ ഒരു പോസിറ്റീവ് ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പറയാം നമ്മുടെ മെന്ററിംഗ് എന്നൊക്കെ പറഞ്ഞ മറ്റൊരു രീതിയാണ്. ചെയിനിങ് എന്ന് പറയുന്നത്. 9ാമത്തെ അതിൽ പറയുന്നത് ടോക്കൺ എക്കോണമിയാണ്. ടോക്കൺ എക്കോണമിയും നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറ്റുന്നതാണ്, വീട്ടിലൊക്കെ പറ്റും. യൂസിങ് ടോക്കൺ ഓർ പോയിന്റ്സ് ടു റീഇൻഫോഴ്സ് ഡിസൈർഡ് ബിഹേവിയർ. ടോക്കൺ കൊടുക്കും എന്ന് വെച്ചാല് എന്തെങ്കിലും ചിലപ്പം ചെറിയ സാധനങ്ങൾ കൊടുക്കും. നമ്മള് ഈ ചില ട്രെയിനിങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, നോട്ടുകൾ നമ്മൾ കൊണ്ടുവന്ന് നോക്കും. ഏത് പ്ലാസ്റ്റിക് നോട്ടുകൾ അല്ലെങ്കിൽ ടെമ്പററി നോട്ടുകൾ. എന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 100 രൂപയുടെ നോട്ട് കൊടുക്കും, അല്ലെങ്കിൽ 500 രൂപയുടെ നോട്ട് കൊടുക്കും. ഇനി എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അപ്പൊ ലേറ്റ് ആയിട്ട് വന്നു, അപ്പൊ ചിലപ്പോൾ ഒരു 50 രൂപ അവിടെ ഇങ്ങോട്ട് തിരിച്ചെടുക്കും. അപ്പൊ ഈ രീതിയിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ മിഠായി കൊടുക്കലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ പിന്നെ കുട്ടിയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അപ്പൊ നല്ലൊരു സ്വഭാവം ചെയ്ത് എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ചു, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു നല്ല മധുരം എന്തെങ്കിലും വാങ്ങിച്ച് നമ്മൾ അതിന് വിതരണം ചെയ്യും. അല്ലെങ്കിൽ കുട്ടികള് നല്ലൊരു പെരുമാറ്റം, ടീച്ചർ നമ്മൾ പാരന്റ്സ് മീറ്റ് പോയപ്പോ സമയത്ത് ടീച്ചർ പറഞ്ഞു കുട്ടി ഇതാ എന്നെ രീതിയിൽ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ കുട്ടിക്ക് ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് ടീച്ചർ നല്ല ഒരു ഫീഡ്ബാക്ക് ആണ് തന്നിട്ടുള്ളത്, സന്തോഷത്തിന്റെ പേരിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുത്ത് കുട്ടിക്ക് ഗിഫ്റ്റുകൾ കൊടുത്ത് ഒക്കെ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ടോക്കൺ എക്കോണമി എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് സമീപിക്കാനുള്ളത്. അപ്പൊ ഇത്തരം രീതികളാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. സമയം ആയിട്ടുണ്ട് എനിക്കറിയാം. ഒരു കുറഞ്ഞ സമയം കൂടെ ഉപയോഗിച്ച്, കാരണം നമുക്കിത് അവസാനിപ്പിക്കണമല്ലോ, വളരെ കുറഞ്ഞ കുറച്ച് സംഗതികളുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയുടെ ബിഹേവിയർ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഒന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് എണ്ണി പറയാം. അതിൽ ഒന്ന്, ഒരു ക്ലിയർ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് ഏത് തരത്തിലുള്ള ഒരു സ്വഭാവമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മള് കുട്ടി അറിയാതെ കുട്ടിയിൽ സെറ്റ് ചെയ്യാൻ ശ്രമം നടത്തണം. അപ്പോ ഒരു സിമ്പിൾ ആൻഡ് സ്പെസിഫിക് റൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ നേരത്തെ ഉണരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഓരോ പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അതൊന്ന് സെറ്റ് ചെയ്യണം കുട്ടിയിൽ. എന്നിട്ട് ആ കുട്ടിയില് അതിനുശേഷം രണ്ടാമത്തത് ചെയ്യേണ്ടത്, എന്നിട്ട് പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അപ്പം നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് കുട്ടി അത് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ കുട്ടിക്ക് അത് പ്രോത്സാഹനം കിട്ടുന്നു, കുട്ടി അത് റിപ്പീറ്റ് ചെയ്യുന്നു. മറ്റൊന്ന്, കുട്ടിക്ക് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തത്, മോഡൽ ഗുഡ് ബിഹേവിയർ. അപ്പം ഗുഡ് ബിഹേവിയർ, ഏതൊരു ബിഹേവിയർ ആണോ കുട്ടിയിൽ ഉണ്ടാകേണ്ടത് ആ ബിഹേവിയറിന് നമ്മളൊരു മോഡലാവുക എന്നുള്ളതാണ്. നമ്മൾ അതിലൊരു മോഡലായി കാണിച്ചത്, ഉദാഹരണത്തിന് കുട്ടി ഇന്നും വായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വായനക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിക്ക് ഒരു മോഡലാവണം. അപ്പൊ നമ്മൾ വായിക്കുന്നത് കുട്ടി കാണണം എന്നർത്ഥം. ഓക്കെ, ഇതാണ് രീതി. നാലാമത്തത് പിന്നെ യൂസ് നാച്ചുറൽ കോൺസിക്വൻസസ് എന്നാണ്.
എന്നുവെച്ചാല് പിന്നെ വളരെ സ്വാഭാവികമായ അനന്തര ഫലങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ലെറ്റ് ചിൽഡ്രൻ എക്സ്പീരിയൻസ് ദ നാച്ചുറൽ ഔട്ട്കം ഓഫ് ദർ ആക്ഷൻ. അവർ ചെയ്തതിന്റെ ഫലം അവരെന്നെ അനുഭവിക്കട്ടെ. അതിനുള്ള എന്നുവെച്ചാൽ അത് ഭീകരമായതല്ല പറയുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ട് അവര് ചെയ്യുന്നതിന്റെ. ഇപ്പൊ വായിച്ചില്ല നോക്കുക, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ അടുത്ത നമുക്ക് ടീച്ചറോട് നമുക്കൊന്ന് വിളിച്ചു പറയാം. അപ്പൊ അവിടുത്തെ ഒരു ചോദ്യം ചോദിക്കുന്നു, അവിടുന്ന് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കിട്ടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചർ ഒന്ന് പറയുന്നു, അത് കുട്ടിക്ക് ചെറിയൊരു വേദന ഉണ്ടാക്കുന്നു. അത് അവരുടെ ചെയ്തതിന്റെ ഫലം അവരനുഭവിക്കുക എന്നുള്ളതാണ്. അതാണ് നാലാമത്തത്, നാച്ചുറൽ കോൺസിക്വൻസസ് കുട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അഞ്ചാമത്തത്, സ്റ്റേ കാം ആൻഡ് കൺസിസ്റ്റന്റ്. അത് ചീത്ത പറയുന്നത് ഒഴിവാക്കുക, സ്കോൾഡിങ് ഒഴിവാക്കുക, പിന്നെ പണിഷ്മെന്റ് ഒഴിവാക്കുക. എന്നിട്ട് പിന്നെ കുട്ടിയില് നമ്മൾ ശാന്തത പുലർത്തുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ഥിരത പുലർത്തുക എന്നുള്ളത്. ഇതാണ് അടുത്തൊരു പണി. വെച്ചാല് നല്ലൊരു പ്രയാസപ്പെട്ടൊരു പണിയാണ് ഈ പറയുന്നത്. ചീത്ത പറയണ്ട എന്ന് പറഞ്ഞാൽ ഏതൊരു പാരന്റ്സിനും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. പക്ഷെ ഒന്ന് കുറക്കുക, ചീത്ത പറയുന്നത് കുറക്കുക എന്നുള്ളത്. അടുത്തത്, ആറാമത്തത്, ഓഫർ ചോയ്സസ് എന്നുള്ളത്. കുട്ടിക്ക് ചോയ്സ് ഉണ്ടാക്കി കൊടുക്കുക. വളരെ യുക്തിപരമായിട്ട് കുട്ടിക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ടു ഫീൽ മോർ ഇൻ കൺട്രോൾ, എന്നുവെച്ചാൽ കുട്ടി കൺട്രോൾഡ് ആണ് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കൂടുതൽ അവസരങ്ങൾ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത്, യൂസ് വിഷ്വൽ റിമൈൻഡർ ആണ്. സ്വാഭാവികമായിട്ട് കുട്ടിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്, അല്ലെ? ഫദക്കിർ. അപ്പൊ ഈ ഫദക്കിർ എന്ന് പറയുന്ന അത് ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ, അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എംപതിയെ കുട്ടിക്ക് എൻകറേജ് ചെയ്ത് സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് ചെയ്ത പണികളാണ് നമ്മൾ പറയുന്നത്. എംപതി, മറ്റുള്ളവരോട് ഉള്ള വേദന, അവരുടെ വേദന തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് പിന്നെ മറ്റുള്ളവന്റെ ഫീലിങ്ങും അവന്റെ പെർസ്പെക്റ്റീവും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് അതിനുള്ള പ്രോത്സാഹനം കുട്ടി കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇഗ്നോറിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മിസ്ബിഹേവിയറിനൊക്കെ ഇഗ്നോർ, ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവര് അത് പിന്നെ നമ്മളൊന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലത് കണ്ടു കഴിഞ്ഞാൽ ചിലത് കാണാത്ത മാതിരി കാണിക്കേണ്ടി വരും. പക്ഷെ പിന്നീട് നമുക്ക് ആ സമയത്ത് നമ്മളൊന്നും പറയാതെ മറ്റൊരു സമയത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മാത്രം പറഞ്ഞ് കുട്ടിയെ ഒരു വലിയ മോശക്കാരനാക്കാതെ സിമ്പിൾ ആയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമം കൂടെ നടത്തുക എന്നുള്ളതാണ് അതിൽ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ അതിൽ ഒന്ന് ആഡ് ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മക്കളാണ് എന്ന ഓർമ്മയാണ് വേണ്ടത്. ചീത്ത പറയുകയോ ശകാരിക്കുകയോ വളരെ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിന് പകരം ഏറ്റവും മാന്യമായി ശരി ക്ഷമയോടുകൂടി നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇനിയും പിന്നെ നോൺ വെർബൽ ക്യൂസ് എന്ന് വെച്ചാൽ ചിലത് നമ്മൾ സംസാരിക്കേണ്ട, നമ്മുടെ മുഖഭാവവും നമ്മുടെ പിന്നെ കണ്ണിന്റെ ചലനങ്ങളും നമ്മളുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് അപ്പച്ചിക്കും അമ്മച്ചിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളൊക്കെ കൊടുത്ത് നമുക്ക് അവരെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവനവന്റെ കുട്ടികൾ ഏത് കുട്ടിയാണ് ശരി എല്ലാവരും യുണീക്കാണ്. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ കഴിവുകളും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് എന്ന നിലക്ക് കുട്ടികളുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ 3 പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ബി പേഷ്യന്റ് എന്നുള്ളതാണ്. മറ്റൊന്നത് കൺസിസ്റ്റന്റ് ആണ്. മൂന്നാമത്തത് സപ്പോർട്ടീവ് ആവുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നല്ല സപ്പോർട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ സ്വഭാവത്തിൽ നമ്മൾ ഒന്ന് കൃത്യമായിട്ടും കൺസിസ്റ്റന്റ് ആയി നിൽക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ആ കുട്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട തെറ്റുകളോ എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മൾ പേഷ്യന്റ് ആവുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ അവഗണിച്ച് കളയുക, കണ്ടിട്ടില്ല എന്ന് വെക്കുക, ചെറിയ മിസ്ബിഹേവിയറിന് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സ്വഭാവ ദൂഷ്യങ്ങളെ മെല്ലെ നമ്മൾ അവഗണിച്ച് കളയുക, അതിന് നല്ല ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഏതായാലും ഉണ്ടാവും നമ്മുടെ മക്കളൊക്കെ നല്ല സ്വഭാവമുള്ള മക്കളാക്കി മാറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. ഇതോടുകൂടി 6 വിഷയങ്ങളാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഓടിച്ച് പാഞ്ഞ് കണ്ടന്റ് മാത്രം കുത്തി നിറച്ച് അല്പകാര്യങ്ങൾ മാത്രം അല്ലാത്തത് ആഡ് ചെയ്ത് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മൾ ഈ 6 ദിവസം ഈ കൂടിയിരുന്നതും നമ്മൾ പറഞ്ഞതൊക്കെ അള്ളാഹു സ്വാലിഹായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അതിന്റെ ഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. മക്കളൊക്കെ സ്വാലിഹങ്ങളായ മക്കളാക്കി മാറ്റട്ടെ. ദീനും ദുനിയാവിനും ഉപകാരപ്രദമായ മക്കളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ അഭിമാനത്തിന്റെ കിരീടം അണിയിപ്പിക്കപ്പെടുന്ന രക്ഷിതാക്കളാക്കി നമ്മളൊക്കെ അള്ളാഹു മാറ്റുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഓക്കെ, നമുക്കിന്ന് പിരിയാം. പിന്നെ ഇനി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നമുക്ക് ഗ്രൂപ്പ് വഴി അറിയിക്കാം. കുറെ ആളുകൾ റെക്കോർഡ് ക്ലാസ് ആണല്ലോ കേൾക്കുന്നത്. ഓക്കെ. ഇൻഷാല്ലാ.